ഹലോ ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ആക്കിയത്. അപ്പോൾ കോഴിക്കോട് നിന്ന് നേരെ ഞങ്ങൾ കണ്ണൂർക്കാണ് വന്നത്. കണ്ണൂരിൽ നിന്ന് നേരിട്ട് ഞങ്ങൾ കർണാടക സ്റ്റേറ്റ് കടന്നിട്ടുണ്ട്. കൂർഗിലേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര. നല്ല മനോഹരമായ കാടുകളിലൂടെയാണ് കൂർഗിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ കർണാടക ബോർഡറാണ് ഇപ്പോൾ നമ്മൾ കടന്നിട്ടുള്ളത്. കൂർഗ് അഥവാ കുടക് എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായിട്ടുള്ള ഒരു ജില്ലയാണ് കൂർഗ്. അതിൻ്റെ ആസ്ഥാനം വരുന്നത് മടിക്കേരിയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മടിക്കേരിയിലേക്കാണ് കേട്ടോ. ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്നാണ് ഈ ഒരു കൂർഗ് അറിയപ്പെടുന്നത്. ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന് വേണമെങ്കിൽ കൂർഗിനെ പറയാം. കാരണം അത് പ്രകൃതി സൗന്ദര്യം കൊണ്ടും സുഗന്ധമുള്ള കോഫി തോട്ടങ്ങൾ കൊണ്ടും മലനിരകൾ കൊണ്ടും വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും വന്യജീവികൾ കൊണ്ടും പേരുകേട്ടതാണ്. ഇപ്പോൾ നമ്മൾ കൂർഗിന്റെ ആസ്ഥാനമായ മടിക്കേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും റിസോർട്ടുകളും ഹോട്ടലുകളും ഒന്നുമില്ല. കൂടുതലായിട്ടുള്ളത് ഹോം സ്റ്റേകളാണ്. അപ്പോൾ ഞങ്ങളും ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹോം സ്റ്റേയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. കോഴിക്കോട് നിന്ന് രാവിലെ ഒരു 6 മണിക്കാണ് നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 2 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങള് പിന്നെ ഇവിടെ ഒരു ഹോം സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂം ആയിട്ടുള്ള ഹോം സ്റ്റേ ആയിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഹോം സ്റ്റേകളാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച ശേഷം നേരെ ഞങ്ങൾ മടിക്കേരി ഫോർട്ടിലേക്കാണ് പോയത്. ഈ മടിക്കേരി ഫോർട്ടിന് മെർക്കാര ഫോർട്ട് എന്നും അറിയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത്. ഈ കോട്ടയ്ക്കകത്ത് ഒരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ചർച്ചുണ്ട്. അതിപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത ശേഷം ഇതൊരു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സെന്റ് മാർക്സ് ചർച്ച് നിർമ്മിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1959 ഇത് പണി കഴിപ്പിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ ഒരു പള്ളി അടച്ചു പൂട്ടുകയായിരുന്നു. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി ഇതൊരു മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഒരു വലിയ കോട്ടയ്ക്കകത്ത് മ്യൂസിയം ഉണ്ട്, ഒരു പാലസ് ഉണ്ട്, അതുപോലെ ഒരു അമ്പലവും ഉണ്ട്.
ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ 2 വലിയ ആനകളുടെ ശില്പങ്ങളും അതുപോലെ മടിക്കേരി കൊട്ടാരവുമുണ്ട്. മടിക്കേരി കൊട്ടാരം ഇപ്പോൾ കോടതിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൂർഗിലെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഒരു ഹൈപ്പ് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.